ഹായ് മക്കളെ, കിഡ്മാക്സിലേക്ക് സ്വാഗതം. സുഖാണല്ലോ അല്ലേ നിങ്ങൾക്ക്? അപ്പം നമ്മളിന്ന് 9ാം ക്ലാസ്സുകാരുടെ പേജ് 57 പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ പുതിയ എക്സസൈസാണ്. നമ്മളെന്താണ് ഇറാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂ നമ്പേഴ്സിൻ്റെ 4 ഓപ്പറേഷൻസും വന്ന് ഒരു ദിവസം ഒന്നിച്ച് പഠിച്ചു അല്ലേ? അപ്പോൾ അത് കാരണമാണ് ഇനി ഇടയ്ക്ക് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ പുതിയ സെഷനിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ മെയിനായിട്ട് കാണുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഈ എക്സസൈസിൽ കൂടുതലായിട്ട് വരുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. പേജ് 57, ക്വസ്റ്റ്യൻ നമ്പർ 1. എന്താണ് പറയണേ? ഓഫ് 4 equilateral triangles, 2 cut vertically into halves and 2 whole are put together to make a rectangle. അവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട് അല്ലേ? അവർ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും വെച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയേക്കാണ്. എങ്ങനത്തെ ട്രയാങ്കിൾസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കണേന്നാ പറഞ്ഞേ? ഓഫ് 4 ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ്, 4 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 3 sides ഈക്വൽ. അങ്ങനത്തെ എത്ര ഈക്വലാറ്ററൽ ട്രയാങ്കിൾസാണ് യൂസ് ചെയ്തേക്കണേ? 4 എണ്ണം. ആ 4 എണ്ണത്തിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞിരിക്കുന്നത്? 4 ഈക്വൽ ആണ്. 4 ഈക്വൽ ആയിട്ടുള്ള ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. എന്നിട്ടോ 2 cut vertically into halves, 2 എണ്ണം, അതായത് 4 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉള്ളതിൽ 2 എണ്ണം കറക്റ്റ് നടുക്കൂടെ വെർട്ടിക്കലി കട്ട് ചെയ്തേക്കുവാണ്. ഇനിയോ മറ്റേ 2 എണ്ണം മുഴുവനായിട്ട് ഉപയോഗിച്ചേക്കാം. അപ്പോൾ ഡാർക്ക് ഗ്രീൻ കട്ട് ചെയ്തിട്ടില്ല, ലൈറ്റ് ഗ്രീൻ കട്ട് ചെയ്തേക്കാം. എന്നിട്ട് ചോദിച്ചേക്കുന്നത് എന്താ? റെക്റ്റാങ്കിളിനെ കുറിച്ച് എന്താ ചോദിച്ചേക്കുന്നത്? ഇഫ് എ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 1 meter. നമ്മുടെ ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഇല്ലേ, അതിൻ്റെ ഓരോന്നിൻ്റെയും സൈഡ് എത്ര മീറ്റർ ആണെന്നാണ് പറഞ്ഞേക്കണേ? 1 meter. വാട്ട് ഈസ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ? അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്, പെരിമീറ്റർ എത്രയാണ്? സിമ്പിളായിട്ടുള്ള ചോദ്യം അല്ലേ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും പെരിമീറ്റർ ആട്ടോ, ട്രയാങ്കിളിൻ്റെ അല്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മിസ് ഇവിടെ ഇതുപോലെ 4 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, എൻ്റെ കയ്യിൽ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള 2 കളേഴ്സ് എടുത്തേക്കുന്നത്. ഏതാണ്? ബ്ലൂവും പിങ്കും ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എങ്ങനെ വരും നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഇത് രണ്ടും നമ്മൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇതിന് എത്രയാണ് നമ്മൾ സൈഡ് അവർ പറഞ്ഞു? നമുക്ക് എത്രയാണ് സൈഡ് തന്നിരിക്കുന്നത്? 1 meter അല്ലേ? അപ്പം നമുക്ക് 1 meter ഒന്നും വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മിസ് 4 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് വേണം? ഇതിൽ 2 പേരെ നമ്മൾ വെർട്ടിക്കലി കൃത്യമായിട്ട് ഹാഫ് ചെയ്തെടുക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പിങ്ക്, ഈ 2 പേരെ നമുക്ക് കറക്റ്റ് ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിത് ഈ 2 എണ്ണം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇത് 2 കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് അല്ലേ നമ്മുടെ ഒരു ഫുൾ ട്രയാങ്കിൾ ഉണ്ടാവണത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണല്ലോ. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മിസ് കട്ട് ചെയ്തത് ഇതായിരുന്നു ഫുൾ അല്ലേ? അപ്പോൾ ഇത്രയായിരുന്നു എന്ത്? 1 meter. ഇത്രയും ലെങ്ത് ആണ് 1 meter. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, ഇപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഈ ബേസ് എത്രയായിട്ടുണ്ടാവും? കാരണം നമുക്കത് ആവശ്യമുണ്ടല്ലോ. ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് 1 meter ആയിരിക്കും, ഈ വശം 1 meter ആയിരിക്കും. അതായത് ഇത് വെച്ച് പറയാം. ഇതിൻ്റെ പ്രത്യേകത എന്താ? എല്ലാം ഒരുപോലെ അല്ലേ? അപ്പോൾ ഇതും 1 meter, ഇതും 1 meter, ഇതും 1 meter. അപ്പോൾ ഇതിനെ നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിപ്പോൾ എത്ര മീറ്റർ ഉണ്ടാവും? ഇതിൻ്റെ ഈ ബേസ് 1/2 meter അല്ലേ? 1 meter ആയിരുന്നത് പകുതിക്ക് കട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ഇതെന്തായി മാറി? 1/2 meter. ഇവിടും എന്തോരം ഉണ്ടാവും? 1/2 meter. ഇതിൻ്റെ ഈ വശം എത്രയാണ്? ഈ വശം നമുക്കറിയാമല്ലോ, അത് എത്രയാണ്? 1 meter. അപ്പം നമുക്ക് അറിയാത്തത് ഏതാ? ഈ വശം എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇത് നോക്കിയാൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ?
റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ വശം എന്താ വരിക? ഓൾട്ടിറ്റ്യൂഡ്. ഈ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാമല്ലോ. എന്താണ് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. പൈത്തഗോറസ് തിയറം ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് എത്രയാ? 1. ഇതല്ലേ ഹൈപ്പോട്ടന്യൂസ്? അത് 1 മീറ്റർ ആണ്. മൈനസ് ബേസ് എത്രയാണ്? ഹാഫ്. അപ്പോൾ ഹാഫ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് 1/4. 1-ൽ നിന്ന് 4 കുറച്ചാൽ എത്രയാ മക്കളെ? 1-ൽ നിന്ന് 4 ഭാഗം പോയാൽ പിന്നെ എത്ര ഭാഗമുണ്ട്? 3/4 ഭാഗമുണ്ട്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി അതറിയാത്തവർ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ 4 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 4 - 1 ഹോൾ ബൈ 4. അപ്പോൾ 4 - 1 3 എന്നൊക്കെ വെച്ച് ചെയ്യണം. എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? 3/4 3/4 എന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ റൂട്ട് ഓഫ് 3/4 ഈക്വൽ ടു നോക്കിയേ, റൂട്ട് ഈ 2 പേർക്കുള്ളതല്ലേ. അപ്പോൾ √3 / √4 വിച്ച് ഈസ് ഈക്വൽ ടു √3. നമുക്ക് √3 എന്ന് എഴുതാനേ പറ്റുള്ളൂ. പക്ഷെ 4-ന് എന്തുണ്ട്? കൃത്യം റൂട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? √3/2. √3/2 മീറ്റർ ആരുടെ നീളമാണ്? ഓൾട്ടിറ്റ്യൂഡിൻ്റെ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ വശത്തിൻ്റെ നീളം എത്രയായി? √3/2 മീറ്റർ. അങ്ങനെ തന്നെയാണല്ലോ എല്ലാവർക്കും. 1 മീറ്റർ. ഈ വശം എന്ത് വരും? ഓൾട്ടിറ്റ്യൂഡ് എന്ത് വരും? √3/2 മീറ്റർ. ഇനി ഇതിൻ്റെ അങ്ങനെ തന്നെയാണല്ലോ. ഇത് ഹാഫ് മീറ്റർ. ഇത് ഓൾട്ടിറ്റ്യൂഡാണ്. അപ്പം ഇതെന്ത് വരും? √3/2 മീറ്റർ. ഈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 1 മീറ്റർ. ഇനി ഒരു കഷ്ണം കൂടി ഇല്ലേ? എല്ലാത്തിനും നമ്മൾ എഴുതി വയ്ക്കുകയാണ്. എന്തിനാ? ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ കൺഫ്യൂഷൻ വരാൻ പാടില്ല. അപ്പോൾ ഇത് ഹാഫ് മീറ്റർ. ഇത് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ്. അത് √3/2 മീറ്റർ. ഇത് 1 മീറ്റർ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവർ ഈ പറഞ്ഞ കണക്കുള്ള ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ പോവാണ്. ഇത് എത്രയാണ്? ഓൾട്ടിറ്റ്യൂഡ് അല്ലേ? √3/2 മീറ്റർ. ഇതെന്ന് വെച്ചാൽ എന്തായിരുന്നു? ബേസ് ഹാഫ് മീറ്റർ. ഇതെന്തായിരുന്നു? ഹൈപ്പോട്ടന്യൂസ് 1 മീറ്റർ. നമ്മുടെ റെക്റ്റാങ്കിൾ റെഡി ആയില്ലേ? ഇതാണ് ഈ ഷേപ്പിലാണ് വരുന്നത്. അപ്പൊ നമ്മുടെ റെക്റ്റാങ്കിളിന്റെ സൈഡുകളൊക്കെ നോക്കിയേ. ഈ വശം നമുക്കറിയാം ഇത് രണ്ടും എത്ര മീറ്റർ ആണ്? ഇത് 1 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഇതും എത്രയാണ്? 1 മീറ്റർ ആണ് അല്ലേ? ഇതിന് വ്യത്യാസമില്ല. പകരം എന്താ കുറച്ച് വ്യത്യാസം വന്നിരിക്കുന്നത്? ആരാ? നമ്മുടെ ട്രയാങ്കിളുകൾ മുറിച്ചൊട്ടിച്ചപ്പോൾ ഇവരുടെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് എടുക്കണം. നോക്കിയേ, ഇവിടെ ഇപ്പം എന്താ നമ്മുടെ ബേസ് ആയിട്ട് വന്നേക്കുന്നത്? നമ്മുടെ റെക്റ്റാങ്കിളിൽ ഒരു വശം എന്തായിട്ടാണ് വന്നേക്കണേ? നമ്മുടെ ഓൾട്ടിറ്റ്യൂഡുകളാണ് അല്ലേ? നമ്മുടെ അടിഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. ലെങ്ത്തിന്റെ വശത്തേക്ക് വന്നിരിക്കുന്നത് ഏതാണ്? ഓൾട്ടിറ്റ്യൂഡ്. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മിസ് ഇങ്ങനെ വെട്ടി ഒട്ടിച്ച് കാണിച്ചത് കേട്ടോ. നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലെങ്ത് ഒക്കെ എങ്ങനെയാ വന്നേന്ന്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? എന്തൊക്കെയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്? ഏരിയ കാണാനും പെരിമീറ്റർ കാണാനും. ആണ് പെരിമീറ്റർ കാണാനുള്ള ഫോർമുല? ഓഫ് റെക്ടാങ്കിൾ ഈക്വൽ ടു എന്ത് വേണം? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലേ? 2 × L + B. ഇതാണല്ലോ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല. 2 × L + B. ദാറ്റ് ഈസ് 2 × ഇവിടുത്തെ ലെങ്ത് എത്രയാ? നീളം. ഇതാണല്ലേ നീളം. നോക്കിയേ, √3/2. ഇവിടെ ഒട്ടിച്ചപ്പോൾ തലതിരിഞ്ഞു പോയി. സാരില്ലല്ലോ, എൻ്റെ മക്കൾക്കൊക്കെ മനസ്സിലാവുമല്ലോ. √3/2. ഇത് എത്രയാണ്? √3/2. ഇത് രണ്ടും കൂടെ കൂട്ടുന്നതല്ലേ ഈ വശത്തെ ലെങ്ത് എന്ന് പറയണത്. അപ്പോൾ √3/2 പ്ലസ് √3/2 പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയണതോ എന്ത് വരും? ബ്രെഡ്ത്ത് 1 മീറ്റർ. അപ്പോൾ √3/2 കൂട്ടുന്ന ഏതാണ്? ലെങ്ത് ആണ് കേട്ടോ. ബ്രെഡ്ത്ത് എത്രയാണ്? 1 മീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ×
നോക്കിയേ, √3/2 2 തവണ കൂട്ടുക എന്ന് വെച്ചാൽ എന്താ? 2 × √3/2 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു, നോക്കിയേ, 2 × √3/2 എന്ന് വെച്ചാൽ ഇതും വെട്ടിപ്പോവും. അപ്പം എന്താ വരുന്നത്? 2 × √3 + 1. ഇനി ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? √3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 1 കൊണ്ട് ആഡ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് സൈഡ് ചെയ്ത് നോക്കാം. √3യുടെ വാല്യൂ എത്രയാണ്? 1.73 പ്ലസ് 1 എന്ന് വെച്ചാൽ എന്ത് വരും? 2.73. അപ്പോൾ 2 × 2.73 മീറ്റർ. ഇതാണ് എന്തിൻ്റെ ഉത്തരം വരാൻ പോണത്? പെരിമീറ്ററിൻ്റെ. വിച്ച് ഈസ് ഈക്വൽ ടു, നോക്കിയേ, 3 × 2 6, 14 ബാലൻസ് 1, അപ്പോൾ 5.46 മീറ്റർ എന്ന് വരും. എന്ത്? നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ. മനസ്സിലായല്ലോ അല്ലേ? ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ കാണണം. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ലെങ്ത് ഇൻറ്റു നീളം ഇൻറ്റു വീതി. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു ലെങ്ത് എന്താണെന്ന്. ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ എന്തൊക്കെ വരും? √3 + 2 √3 + 2, √3/2 + √3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × √3/2. അപ്പോൾ ഇതും വെട്ടിപ്പോയിട്ട് എന്ത് വരും? √3 എന്ന് വരും. അപ്പോൾ ലെങ്ത് √3 ആണ്, വീതി എന്ന് പറയുന്നത് എത്രയാ? 1 മീറ്റർ. അപ്പോൾ √3 × 1 എന്ന് വരും. √3 × 1 എന്ന് വെച്ചാൽ എത്രയാ? √3 തന്നെ. യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇങ്ങനെ 4 ഈക്വലാറ്ററൽ ട്രയാങ്കിളുകൾ കട്ട് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ നമുക്ക് എത്ര കിട്ടി? 5.46 മീറ്ററിന് കിട്ടി. ഇനി ഏരിയ എത്ര കിട്ടി? √3 മീറ്റർ സ്ക്വയറിന് കിട്ടി. മനസ്സിലായല്ലോ അല്ലേ മക്കൾക്ക്? അപ്പം നമുക്കിനി അടുത്ത കണക്കിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2ഉം എന്താണ്? ഇതുപോലെ തന്നെ ഒരു വെട്ടി ഒട്ടിക്കുന്ന പോലത്തെ ഒരു കണക്കാണ് അല്ലേ? എന്താ പറഞ്ഞേക്കുന്നത് അവിടെ ക്വസ്റ്റ്യൻ നമ്പർ 2ൽ? എ സ്ക്വയർ ആൻഡ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് ട്വൈസ് ആസ് ലോങ് ആർ കട്ട് and the pieces are arranged to form a trapezium as shown below. If a side of the square is 2 centimeter, what are the perimeters and area of the trapezium? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്ക്വയർ ഉണ്ട്, ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കിയേക്കുന്നത്? ഒരു ട്രപ്പീസിയം. ട്രപ്പീസിയം എന്ന് വെച്ചാൽ എന്താ മക്കളെ? വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിട്ട് വരുന്ന ഫിഗർ അല്ലേ? വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് വെച്ചാൽ എന്ത് വരും? ഇങ്ങനെ ഈ ഷേപ്പ് വരുന്നത് ഒരു പെയർ. ഇതിപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ABCD എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ എന്താണ്? AB പാരലൽ ടു CD. ഒരു പെയർ വന്നാൽ മതി പാരലലായിട്ട്. പാരലോഗ്രാമിലാണെങ്കിലോ ഓപ്പോസിറ്റ് സൈഡ്സ് ഒക്കെ പാരലൽ ആവണം അല്ലേ? അപ്പം ട്രപ്പീസിയത്തിൽ 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിട്ട് വരുന്ന ക്വാഡ്രിലാറ്ററലിനെ വിളിക്കുന്നതാണ് എന്ത്? ട്രപ്പീസിയം എന്ന്. അപ്പം നമ്മൾ എന്താ ചെയ്തേക്കുന്നത്? ഒരു സ്ക്വയറും ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളും വെട്ടിയിട്ട് എന്താ ഉണ്ടാക്കാൻ പോണത്? ട്രപ്പീസിയം. ഇനി അതിൽ തന്നെ എന്താ പ്രത്യേകത പറഞ്ഞേക്കുന്നത്? സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ ലെങ്ത് പറഞ്ഞിട്ടുണ്ട് 2 സെന്റിമീറ്റർ. അപ്പൊ ട്രയാങ്കിളിന്റെ എങ്ങനെയായിരിക്കും? എന്തെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്താണ്? ദ സൈഡ്സ് ട്വൈസ് ആസ് ലോങ്. അതായത് സ്ക്വയറിന്റെ സൈഡ് എത്രയാണോ അതിന്റെ ഇരട്ടിയാണ് എന്ത്? ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ്. അപ്പൊ സ്ക്വയറിന്റെ സൈഡ് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ട്രയാങ്കിളിന്റെ സൈഡ് എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ. അപ്പൊ ഇതും അതുപോലെ തന്നെ നമുക്ക് വെട്ടിയൊട്ടിച്ച് ചെയ്യാം. ദേ മക്കളെ, നമ്മൾ അതേപോലെ അവർ പറഞ്ഞ പോലെ തന്നെ 2 സെന്റിമീറ്റർ ഉള്ള സ്ക്വയറും 4 സെന്റിമീറ്റർ അതിൻ്റെ ഇരട്ടി 2ൻ്റെ ഇരട്ടി 4 സെന്റിമീറ്റർ സൈഡ് വരുന്ന ഈക്വലാറ്ററൽ ട്രയാങ്കിളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? ഇത് ചേർത്ത് വെച്ച് ഇതിനെ ഡയഗണലി കട്ട് ചെയ്യണം അല്ലേ? ക്വസ്റ്റ്യനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഡയഗണലി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് വെച്ചൊരു ട്രപ്പീസിയം ഉണ്ടാക്കണം. അങ്ങനെ ട്രപ്പീസിയം ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ സൈഡുകളൊക്കെ എങ്ങനെ വരുമെന്നാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഓരോന്നിനെയും ഡയഗണലി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡ് എങ്ങനെ വരുമെന്ന് നോക്കാം. ഇതിനെ നമ്മൾ ഡയഗണലി കട്ട് ചെയ്യുവാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതിനെയും കട്ട് ചെയ്യാം. ഇനി ആരെയാണ്? ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം?
നമ്മുടെ ഈ കറക്റ്റ് മിഡ് പോയിന്റിൽ കൂടി കട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് മിഡ് പോയിന്റ് ഏതാണെന്ന് അറിയണമെങ്കിൽ ഇത് ഇങ്ങനെ ഒന്ന് മടക്കാം. നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കേണ്ട കാര്യമില്ല കേട്ടോ, നിങ്ങൾക്ക് പഠിക്കാൻ അതിൻ്റെ ആവശ്യമില്ല. ചില കുട്ടികൾക്ക് ഇങ്ങനെ ഭാവനയിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റിയെന്നിരിക്കില്ല, അത് അവർക്ക് വേണ്ടിയിട്ടാണ് മിസ് ഇത് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. ചിലർക്കത് ആ പിക്ചർ കാണുമ്പോൾ തന്നെ അതെങ്ങനെ വന്നു എന്നൊക്കെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ചില പിള്ളേർക്ക് അതെങ്ങനെയാണ് വന്നേ, അതെങ്ങനെയാണ് പിക്ചർ ഉണ്ടായെന്ന് മനസ്സിലാവില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് മിസ് ഇത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് 4 എണ്ണം ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ വശങ്ങൾ നമ്മളൊന്ന് നോക്കിയേ. ഇതിനെ എങ്ങനെ ചേർത്ത് വെച്ചാലാണ് സ്ക്വയർ ആവുക? ഇതിങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് സ്ക്വയർ ആവണേ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ വശങ്ങൾ നമുക്കറിയാം അല്ലേ. ഈ വശം എത്രയായിരുന്നു? നമ്മുടെ ഓരോ വശവും നമ്മൾ എടുത്തേക്കണ എത്രയാ? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ വശം എത്രയാണ്? ഇതും 2 സെൻറ്റിമീറ്റർ. ഇവിടെ എത്രയാണ്? ഇതും 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ വശമാണ് ഇനി നമുക്ക് അറിയേണ്ടത്. 2 സെൻറ്റിമീറ്റർ ആയിട്ട് കട്ട് ചെയ്യുന്ന സ്ക്വയറിൻ്റെ ഡയഗണൽ എത്രയാണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഡയഗണൽ എങ്ങനെ വരും എന്ന് മെഷർമെൻറ്റ്. 2 സെൻറ്റിമീറ്റർ എടുത്തൊരു സ്ക്വയർ വരച്ചാൽ ഇങ്ങനെ ഒരു ഡയഗണൽ വരച്ചാൽ ഈ ഡയഗണലിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? ഇത് 2 മീറ്റർ, ഇത് 2 മീറ്റർ. അപ്പോൾ നോക്കിയേ, ഇത് 2 മീറ്റർ, ഇത് 2 മീറ്റർ. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ വരുന്നത്. അപ്പോൾ ഈ ഡയഗണൽ എന്ന് വെച്ചാൽ ഈ കേസിൽ എന്താ വരിക? ഹൈപ്പോട്ട്ന്യൂസ് ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇവിടെ ബേസും ഓൾട്ടിറ്റ്യൂഡും 2 അല്ലേ, 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അതായത് റൂട്ട് ഓഫ് 4 + 4 എന്ത് വരും? 8 എന്ന് വരും. റൂട്ട് 8 എന്ന് വെച്ചാൽ എത്രയാണ്? റൂട്ട് 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 2 എന്ന് എഴുതാം അല്ലേ. അതിൽ 4ന് റൂട്ട് ഉണ്ടല്ലോ. അപ്പം അതിനെ പുറത്തേക്ക് എടുത്തു. 4നെ പുറത്തേക്ക് എടുക്കുമ്പോൾ റൂട്ടിൻ്റെ പുറത്തെടുക്കുമ്പോൾ അതെന്താവും? 2. പിന്നെ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ ആരുണ്ട്? 2 ഉണ്ട്. അപ്പോൾ 2√2 ആണ് എന്ത് വരുന്നത്? ഇതിൻ്റെ ഡയഗണൽ വരുന്നത് 2√2 മീറ്റർ. അല്ല, മീറ്റർ അല്ലാട്ട് ഇവിടെ സെൻറ്റിമീറ്റർ ആണേ. നമ്മുടെ ഈ ചോദ്യത്തിൽ സെൻറ്റിമീറ്റർ തന്നേക്കണേ. അത് മക്കൾ ഓർത്താൽ മതി. അപ്പോൾ എന്ത് വന്നു? ഇതിൻ്റെ എല്ലാം ഈ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് എത്ര വന്നു? 2√2 സെൻറ്റിമീറ്റർ. ഇനി ഇതിൻ്റെ എങ്ങനെ വരുമെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിൻ്റെ എത്രയായിരുന്നു? ഈ സൈഡ് ഇത് 4 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇത് അതിൻ്റെ പകുതി അല്ലേ. ബേസ് വന്നപ്പോൾ എന്താണ്? നമ്മുടെ 4 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന ഈക്വലാറ്ററൽ ട്രയാങ്കിളിനെ, 3 വശവും 4 ഉണ്ടായിരുന്ന ഈക്വലാറ്ററൽ ട്രയാങ്കിളിനെ നമ്മൾ എന്താ ചെയ്തത്? കൃത്യം നടുക്കൂടെ മുറിച്ചു. അങ്ങനെ നടുക്കൂടെ മുറിച്ചത് കൊണ്ട് ഇപ്പോൾ ഈ ഭാഗം എത്രയായിട്ട് മാറി? 2 സെൻറ്റിമീറ്റർ ആയിട്ട് മാറി. ഇത് 2 സെൻറ്റിമീറ്റർ തന്നെ. അപ്പം അങ്ങനെയല്ലേ 4 കൃത്യം നടുക്കായത്. ഈ വശമോ ഇതിന് മാറ്റമില്ല, ഇത് 4 സെൻറ്റിമീറ്റർ തന്നെ. അപ്പം ഇതിൻ്റെ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഈ വശം കണ്ടുപിടിക്കണം അല്ലേ. അപ്പം നോക്കിയേ, നമ്മുടെ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഇതിപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഈ ഭാഗം നമുക്ക് 2 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം. ഇത് നമുക്ക് 4 സെൻറ്റിമീറ്റർ ആണെന്നും അറിയാം. നമുക്ക് അറിയാത്തത് ഏതാ? ഈ വശം ആൾട്ടിറ്റ്യൂഡാണ് അറിയാത്തത്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ട്ന്യൂസ് എത്രയാണ്? 4 സ്ക്വയർ മൈനസ് ബേസ് എത്രയാണ്? 2. അപ്പോൾ 2ൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 16 മൈനസ് 4 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? റൂട്ട് 12 എന്ന് വരും. 12നെ നമുക്ക് എങ്ങനെ എഴുതാം? പെർഫെക്റ്റ് സ്ക്വയറും പിന്നെ ഒരു അല്ലാത്ത നമ്പറും അങ്ങനെ ആക്കി എഴുതണ്ട. 6 × 2 എന്ന് എഴുതിയത് കൊണ്ട് നമുക്ക് ഗുണമില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 4 × 3 എന്ന് എഴുതാം. അപ്പോൾ എന്താ? 4 പെർഫെക്റ്റ് സ്ക്വയറാണ്. അതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ 2. ബാക്കി എന്താ ഉള്ളത്? റൂട്ട് 3. അപ്പോൾ 2√3 സെൻറ്റിമീറ്റർ ആണ് എന്ത്? ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് 2√3. ഇവിടെയും എന്താണ്? 2√3. ഈ മെഷർമെൻറ്റ്സ് നമുക്ക് അറിയണം. എന്തിനു വേണ്ടിയിട്ടാണ്?
ട്രപ്പീസി ആയിട്ട് നമ്മൾ തിരിക്കുമ്പോൾ ഇതൊക്കെ എവിടെ വരുമെന്ന് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതൊക്കെ യോജിപ്പിച്ച് നമ്മുടെ ട്രപ്പീസി ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ ട്രപ്പീസിയം റെഡി ആയില്ലേ? എന്താ വേണ്ടിയിരുന്നുള്ളൂ? ഒരു റൈറ്റ് ട്രയാങ്കിളും ഒരു സ്ക്വയറുമാണ് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു സ്ക്വയറിനെ വെട്ടി രണ്ട് സൈഡിലും വെച്ചു. ആ ഒരു റൈറ്റ് ട്രയാങ്കിളിനെ മുറിച്ച് ഇങ്ങനെയും വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഇവരുടെ സൈഡുകളൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ഭാഗം ഏതാ വന്നിരിക്കുന്നത്? നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഏത് ഭാഗം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്? ഇത് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് അല്ലേ, 2√3 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഡയഗണൽ ഏതാ വന്നിരിക്കുന്നത്? നമ്മുടെ ഹൈപ്പോട്ട്ന്യൂസ് 4 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ നോക്കിയേ, ഇതെത്രയാണ്? 2 സെൻറ്റിമീറ്റർ. ഇതെത്രയാണ്? ഇതും 2 സെൻറ്റിമീറ്റർ. ഇനി ഇതിൻ്റെ ഈ വശം എത്രയാണ്? ഈ ഭാഗമല്ലേ വന്നിരിക്കുന്നത്? നമ്മുടെ സ്ക്വയറിൻ്റെ ഡയഗണലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്? 2√2 സെൻറ്റിമീറ്റർ. ഇനി ഇതും അതുപോലെ തന്നെ 2√2 സെൻറ്റിമീറ്റർ. ഇവിടെയോ? ഇത് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് 2√3 സെൻറ്റിമീറ്റർ. ഇതാണ് നമുക്കിപ്പോൾ വശങ്ങൾ കിട്ടിയത്. കൺഫ്യൂഷൻ ഇല്ലല്ലോ അല്ലേ മക്കൾക്ക്? ഇനി നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? പെരിമീറ്ററും ഏരിയയും കാണാൻ. ആരുടെ? ഈ ട്രപ്പീസിയത്തിൻ്റെ. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? പെരിമീറ്റർ ഈക്വൽ ടു എന്ത് വരും? ഈ സൈഡുകളുടെ എല്ലാം ലെങ്ത് കൂട്ടുന്നതല്ലേ പെരിമീറ്റർ. അപ്പം നമുക്ക് ഇവിടം തൊട്ട് തുടങ്ങാം. ഇവിടെ എത്രയാണ്? 2√2 പ്ലസ് ഇത് എത്രയാണ്? എഗെയിൻ 2√3 പ്ലസ് ഇത് 2√2 പ്ലസ് 2√2 എത്തി. ഇതിപ്പോൾ എത്രയാണ്? 2 സെൻറ്റിമീറ്റർ പ്ലസ് ഇതെത്രയാണ്? 2√3 സെൻറ്റിമീറ്റർ പ്ലസ് ഇതെത്രയാണ്? 2 സെൻറ്റിമീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു നോക്കിയേ 2√2 2√3 2√2 2 സെൻറ്റിമീറ്റർ വീണ്ടും 2√3. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എത്ര തവണ 2√2 വന്നിട്ടുണ്ട്? 2 ടൈംസ് അല്ലേ? 2√2 2 ടൈംസ്. അപ്പം എന്ത് വരും? 4√2. അതായത് എങ്ങനെയാണ് 2√2? 2√2 പ്ലസ് 2√2 ഈക്വൽ ടു എന്താ? 2 × 2√2. അതിൽ ആരെ മാത്രം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ഇവരെ തമ്മിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 4√2 എന്ന് വരും കേട്ടോ. ഇനി അതേപോലെ 2√3 പ്ലസ് 2√3 അതായത് 2 ടൈംസ് 2√3. അപ്പോൾ എന്ത് വരും? 4√3 എന്ന് വരും. പ്ലസ് ഇനി നോക്കിയേ 2 ഉണ്ട്, വീണ്ടും 2 ഉണ്ട്. അവരെ തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാ? 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു നോക്കിയേ ഇതിൽ 3ലും 4 ഉണ്ടല്ലേ, അതുകൊണ്ട് 4 പൊതുവായിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പം എന്ത് വരും? √2 പ്ലസ് √3 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു √2 പ്ലസ് √3. ഇതിൻ്റെയൊക്കെ വാല്യൂ 4 ഇൻറ്റു √2 പ്ലസ് √3 പ്ലസ് 1 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു √2 എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? 1.41. √3 എന്ന് വെച്ചാൽ 1.73. അപ്പോൾ 4.14. അപ്പോൾ 4 ഇൻറ്റു 4.14 എന്ന് വന്നു അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 4.14 16. അപ്പോൾ 16.56 സെൻറ്റിമീറ്റർ. ഇതാണ് എന്ത് കിട്ടുന്നത് നമുക്ക്? ഈ ട്രപ്പീസിയത്തിൻ്റെ പെരിമീറ്റർ. പെരിമീറ്റർ പി ഈക്വൽ ടു 16.56 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. മനസ്സിലായല്ലോ അല്ലേ മക്കൾക്ക്? അപ്പം ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ട്രപ്പീസിയം
ഈക്വൽ ടു എന്ത് വരും? ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച്. അതായത് ട്രപ്പീസിയത്തിൻ്റെ ഷേപ്പ് ഇത് ഇതുപോലെയാണെങ്കിൽ എ എന്നും ബി എന്നും പറയണത് എന്താ? ഈ പാരലൽ വശങ്ങളുടെ നീളം. എച്ച് എന്ന് പറയണത് എന്താ? ഇവർക്കിടയിലുള്ള ഉയരം. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് എന്നുള്ളതാണ് ഇവരുടെ ഫോർമുല. വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ പാരലൽ സൈഡുകളുടെ നീളം വേണം അല്ലേ? അപ്പോൾ ഈ വശത്തിൻ്റെ നീളം നമുക്കറിയാം എന്താണ്? ഇവിടുത്തെ കേസിൽ എ എന്ന് പറയുന്നത് എന്താണ്? ഈ വശം 2√3. ബി എന്ന് പറയുന്നത് എന്താണ്? ഈ 2√3യോട് ഈ 2ഉം ഈ 2ഉം കൂട്ടുന്നതല്ലേ ഈ വശത്തിൻ്റെ മൊത്തം നീളം എന്ന് പറയണത്? ബി എന്ന് പറയണത് ഇവിടം തൊട്ട് ഇവിടം വരെ. അപ്പം എന്ത് വരും? 2 + 2 4, 4 + 2√3, 4 + 2√3. ഹൈറ്റ് എന്ന് പറയണതോ? ഹൈറ്റ് എന്ന് വെച്ചാൽ ഇതല്ലേ ഹൈറ്റ്? അതെത്രയാണ് വരുന്നത്? 2 സെൻറ്റിമീറ്റർ. എച്ച് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇത്രയും മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇതൊക്കെ ഇതിൽ കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 2√3 + 4 + 2√3 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2√3 2√3 രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 4√3 + 4 ഇൻറ്റു 2. ഈ 2ഉം ഈ 2ഉം ക്യാൻസലായി പോകും അല്ലേ? അപ്പോൾ എന്താ വരുന്നത് ഇപ്പോൾ? 4 ഇൻറ്റു 4 ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 1 + √3. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 1 + √3 എന്ന് വെച്ചാൽ 1.73 + 1, അതായത് 2.73 ഇൻറ്റു 4 ചെയ്യാം. അപ്പോൾ 12 ബാലൻസ് 1 9 ബാലൻസ് 2, അപ്പോൾ 10.92 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എത്രയാണ്? 2.73, ദാറ്റ് ഈസ് 10.92 ഏരിയയാണ്. അപ്പോൾ യൂണിറ്റ് എന്ത് വരും? സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 10.92 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? നമ്മുടെ ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മക്കൾക്ക് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ചെയ്ത് കാണാം. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക്, സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക് യു.